ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിനെ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും. പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഇന്നലെ പെരുമ്പാവൂർ കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, എപ്പോഴായിരിക്കും ഉടൻ തന്നെ അമീറുൽ ഇസ്ലാമിനെ കോടതിയിൽ ഹാജരാക്കുമോ? മറ്റു വിവരങ്ങൾ? ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കാരണം ഇയാളെ പാർപ്പിച്ചിരിക്കുന്ന കാക്കനാട് ജില്ലാ ജയിലിൽ നിന്ന് ഇയാളെ അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. 10:50 അവിടെ നിന്ന് പുറപ്പെട്ടത്. പോലീസ് വാഹനത്തിലെ പ്രത്യേക സുരക്ഷയോടുകൂടിയാണ് പുറപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി വേഗം ഇവിടെ എത്തിക്കാൻ കഴിയും. ഒരുപക്ഷെ 11:30 മുൻപായി തന്നെ അയാളെ ഇവിടെ എത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത്. പെരുമ്പാവൂർ കോടതി പരിസരത്തും വലിയ സുരക്ഷ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 11:30 മുൻപായി തന്നെ കോടതിയിൽ ഹാജരാക്കുന്നത്. ഈ ഹാജരാക്കിയാൽ ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പ്രത്യേക സത്യവാങ്മൂലത്തോടെയാണ് ഈ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നത്. കസ്റ്റഡി അനുവദിച്ച് കിട്ടിയാൽ ഇന്ന് തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യൽ ആരംഭിക്കും. അതോടൊപ്പം തന്നെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. അത് ഇന്നുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട ജിഷയുടെ വീടിന് സമീപവും മറ്റും കൊണ്ടുചെന്ന് തെളിവെടുക്കുമ്പോൾ അതിന് മതിയായ സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത് അത്രയും സുരക്ഷ ഒരുക്കിയതിനു ശേഷം മാത്രമായിരിക്കും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിലേക്ക് വരെ, പ്രത്യേകിച്ച് ആസാം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വരെ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പരാമർശിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ 10 ദിവസത്തേക്കായിരിക്കും കസ്റ്റഡി ആവശ്യപ്പെടുക. അതായത് ആദ്യ റിമാൻഡ് കാലാവധി അവസാനിക്കുന്നത് ഈ മാസം 30-നാണ്. അപ്പോൾ ഈ മാസം 30 വരേക്ക് തന്നെ ആയിരിക്കും പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. അത്തരത്തിൽ 10 ദിവസത്തിൽ കസ്റ്റഡിയിൽ കിട്ടിയാൽ ആ സമയത്തായിരിക്കും വിശദമായ ചോദ്യം ചെയ്യലും ഇത്തരത്തിൽ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക. അല്പസമയത്തിനകം തന്നെ പ്രതിയെ പെരുമ്പാവൂർ കോടതിയിൽ എത്തിക്കും. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് പള്ളിക്കൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകന് KSU പ്രവർത്തകരുടെ ക്രൂര മർദ്ദനത്തിൽ അധ്യാപകന്റെ കൈയൊടിഞ്ഞു. 2 പല്ലുകളും ഇളകിപ്പോയി. വിദ്യാഭ്യാസ ബന്ദിൽ സ്കൂളിന് അവധി നൽകാത്തതിനെ തുടർന്നാണ് മർദ്ദനം. ഇന്നലെ KSU നടത്തിയ വിദ്യാഭ്യാസ ബന്ദിൽ സ്കൂളിന് അവധി അനുവദിക്കാത്തതിനെ തുടർന്നാണ് അധ്യാപകനും PTA പ്രസിഡന്റിനും ക്രൂരമർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ അധ്യാപകനായ ആരിഫിന്റെ കൈ ഒടിയുകയും 2 പല്ലുകൾ ഇളകിപ്പോവുകയും ചെയ്തു. ശരീരമാസകലം മർദ്ദനമേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അധ്യാപകൻ. സ്കൂളിലെ കുട്ടികളെല്ലാം കണ്ടു നിൽക്കവെയാണ്. കുട്ടികളൊക്കെ ആകെ പേടിച്ചു പോയി. ഇന്ന് അവിടെ +1 അഡ്മിഷൻ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഹയർ സെക്കൻഡറിയുടെ അഡ്മിഷൻ നടക്കുന്ന ആ ഓഫീസിൻ്റെ നേരെ വാതിക്കലാണ് ഇത് നടക്കുന്നതൊക്കെ. അപ്പോൾ പേരൻസെല്ലാം കൂടി 4 പാടും, കുട്ടികളും പേരൻസെല്ലാം 4 പാട് കൂടി. അത്ര വലിയ വിഷയമായിരുന്നു. എന്നെ തറയിലിട്ട് ചവിട്ടുകയൊക്കെയാണ് ചെയ്തത്. നാളെ ഇനി കുട്ടികളെ ഫേസ് ചെയ്യുന്നത് ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. സ്കൂളിൽ പഠിപ്പ് മുടക്ക് സമരം വേണ്ടെന്ന് വിദ്യാർത്ഥി നേതാക്കളും PTA അംഗങ്ങളും ചേർന്ന് നേരത്തെ തീരുമാനമെടുത്തിരുന്നു. ഇതനുസരിച്ചായിരുന്നു വിദ്യാഭ്യാസ ബന്ദിൽ അവധി അനുവദിക്കാൻ തയ്യാറാകാതിരുന്നത്. മർദ്ദനത്തിൽ PTA പ്രസിഡന്റ് HM സുധീറിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. കണ്ടാലറിയാവുന്ന 14 KSU പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മർദ്ദനത്തിൽ ഇരയായ അധ്യാപകൻ പീപ്പിൾ TVയോട്. ഉച്ചയ്ക്ക് പള്ളി പിരിഞ്ഞ് ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് പള്ളിയിലേക്ക് പോയി. പള്ളി സ്കൂളിന് തൊട്ടടുത്ത് തന്നെയാണ്. പള്ളിയിൽ പോയി നമസ്കാരം കഴിഞ്ഞ് സ്കൂൾ കോമ്പൗണ്ടിൽ കയറുമ്പോഴേക്കും ഞങ്ങളുടെ സ്കൂളിലെ PTA പ്രസിഡന്റിനെ സ്കൂളിൻ്റെ ഓഫീസിൻ്റെ വാതിക്കൽ വെച്ച് ഒരു സംഘം ആളുകൾ, ഏതാണ്ട് ഒരു 20-25ഓളം വരും, അവരിങ്ങനെ കൈകാര്യം ചെയ്യുന്നതാണ് കണ്ടത്. അങ്ങനെ തടസ്സം പിടിക്കാൻ ചെന്നപ്പോഴേക്കും അവരെല്ലാം കൂടി എന്നെ മർദ്ദിക്കുകയും എൻ്റെ കൈക്ക് പൊട്ടൽ വന്നു. അതുപോലെ തന്നെ ഒരു പല്ലിന് കുലുക്കം സംഭവിച്ചു, ഒരു പല്ല് ഒടിഞ്ഞു. അങ്ങനെ ദേഹമാസകലം ഇടിക്കുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ രാവിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വിദ്യാഭ്യാസ ബന്ദാണ്. സ്കൂൾ വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 2 പ്രാദേശിക KSUവിൻ്റെ നേതാക്കന്മാർ വന്നായിരുന്നു. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു, നേരത്തെ തന്നെ ഞങ്ങൾ സ്കൂൾ PTA കൂടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും നമ്മൾ സംസാരിച്ചു. സമരം വേണ്ടാന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ രാവിലെ വന്നപ്പോൾ നമ്മളിങ്ങനെ ഈ തീരുമാനം പറഞ്ഞു. എന്നാൽ കാണിച്ചു തരാമെന്നും പറഞ്ഞാണ് അവർ പോകുന്നത്. അതിന് ശേഷമാണ് ഉച്ചയ്ക്ക് ഈ സംഭവം ഉണ്ടാകുന്നത്. ഞങ്ങളും ഇതേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. ഇത് ഞങ്ങളുടെ സ്കൂളെന്ന് പറയുന്നത് നല്ല രീതിയിൽ നടന്നു പോകുന്നൊരു സർക്കാർ സ്കൂളാണ്. കഴിഞ്ഞ വർഷം 100% റിസൾട്ട് ഉണ്ടായിരുന്നതാണ്. ഈ വർഷം ഒരു കുട്ടി മാത്രമേ തോറ്റുള്ളൂ. നല്ല A+, 9 A+ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നല്ല വിജയശതമാനത്തിൽ പോകുന്നതാണ്. ഹയർ സെക്കൻഡറി അതുപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഒരു അന്തരീക്ഷം മോശമാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ അധ്യാപകരും ഞങ്ങളെല്ലാവരും കൂടി ഈ ഒരു വിവരം പറഞ്ഞതേ ഉള്ളൂ.
എന്തായിരുന്നാലും സ്കൂൾ വിട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവർ സ്കൂളിലേക്ക് അതിക്രമിച്ച് കടക്കാൻ ശ്രമിക്കുകയാണ്, സ്കൂളിൻ്റെ ഓഫീസിലേക്ക്. അങ്ങനെയാണ് PTA പ്രസിഡന്റ് തടസ്സം പിടിച്ചത്. അപ്പോൾ PTA പ്രസിഡന്റ് അവർ കൈകാര്യം ചെയ്തു. അത് തടസ്സം പിടിക്കാൻ ചെന്ന അധ്യാപകനായ എന്നെയും അവർ ഈ രൂപത്തിൽ മർദ്ദിച്ചു. സ്കൂളിലെ കുട്ടികളെല്ലാം കണ്ടു നിൽക്കവെയാണ്. കുട്ടികളൊക്കെ ആകെ പേടിച്ചു പോയി. ഇന്ന് അവിടെ +1 അഡ്മിഷൻ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഹയർ സെക്കൻഡറിയുടെ അഡ്മിഷൻ നടക്കുന്ന ആ ഓഫീസിൻ്റെ നേരെ വാതിക്കലാണ് ഇത് നടക്കുന്നതൊക്കെ. അപ്പോൾ പേരൻസെല്ലാം കൂടി നാലുപാടും, കുട്ടികളും പേരൻസെല്ലാം നാലുപാടും കൂടി. അത്ര വലിയ വിഷയമായിരുന്നു. എന്നെ തറയിലിട്ട് ചവിട്ടുകയൊക്കെയാണ് ചെയ്തത്. കുട്ടികളെന്ന് പറയുമ്പോഴത്തേക്കും +2 പഠിക്കുന്ന കുട്ടികൾ, അത് ആ നിലവാരത്തിലുള്ള കൊച്ചു കുട്ടികളല്ലേ, അവരൊക്കെ അത്രയ്ക്കുള്ള ഇതല്ലേ ഉള്ളൂ. ഒരു വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയാണ് നമുക്ക്. അങ്ങനെ ഒരു നാളെ ഇനി കുട്ടികളെ ഫേസ് ചെയ്യുന്നത് ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി MR സജേഷ് ചേരുകയാണ് ന്യൂസ് റൂമിൽ നിന്നും. സജേഷ്, ഒരു അധ്യാപകന് അതിക്രൂരമായ മർദ്ദനം, എന്താണ് ശരിക്കും സംഭവിച്ചത്? KSU പ്രവർത്തകർ തന്നെയാണോ സംഭവത്തിന് പിന്നിൽ? അഞ്ജു, വിദ്യാർത്ഥി നേതാക്കൾ തന്നെ അധ്യാപകനെ ക്രൂരമായി മർദ്ദിക്കുന്ന സംഭവമാണ് പള്ളിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉണ്ടായിട്ടുള്ളത്. ഈ മർദ്ദിച്ചവർ KSUക്കാരാണെന്ന് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോലീസിന്റെ FIRലും അക്കാര്യം പറയുന്നു. KSUവിന്റെ വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായിട്ടുള്ള സമരം, ആ സമരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മർദ്ദനം നടന്നതെന്ന് FIRൽ പറയുന്നു. നെടുമങ്ങാട് കോടതിയിൽ ഈ പ്രതികളെ ഹാജരാക്കുകയും ചെയ്തു. 12 പേർ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അതിൽ ആ പ്രദേശത്ത് തന്നെയുള്ള KSU നേതാക്കളുണ്ട്, പുറത്തുനിന്ന് എത്തിയവരുമുണ്ട്. രാവിലെ ഈ അധ്യാപകനെ കാണാൻ ആ സ്കൂളിലെയും സമീപത്തുള്ള KSU നേതാക്കൾ ചെന്നിരുന്നു. വിദ്യാഭ്യാസ ബന്ധിന് സ്കൂൾ വിടണം എന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ നേരത്തെ വിദ്യാർത്ഥി നേതാക്കളും ആ സ്കൂളിലെ അധ്യാപകരും PTA അംഗങ്ങളും ചേർന്നെടുത്തൊരു തീരുമാനം ഇവർ തിരിച്ച് ഈ പ്രാദേശികമായി എത്തിയ KSU നേതാക്കളെ അറിയിച്ചു. പഠിപ്പുമുടക്ക് ഒഴികെ ബാക്കിയുള്ള രീതിയിൽ സമരം മുന്നോട്ട് കൊണ്ടുപോയിക്കോ, പഠിപ്പുമുടക്ക് വേണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചതല്ലേ എന്നായിരുന്നു KSU നേതാക്കളോട് പറഞ്ഞത്. അതിനുശേഷം ഉച്ചയ്ക്കാണ് ഈ ക്രൂരമർദ്ദനം നടന്നിട്ടുള്ളത്. അധ്യാപകൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ഒരു കൈ ഒടിഞ്ഞിട്ടുണ്ട്. വളരെ ഗുരുതരമായി തന്നെ ശരീരം ആസകലം മർദ്ദനമേറ്റിട്ടുണ്ട്. നിലത്തിട്ട് ചവിട്ടിയതായ അധ്യാപകൻ നമ്മളോട് തന്നെ പറയുന്നു. ശരീരത്തിലാകെ പാടുണ്ട്, 2 പല്ലുകൾ പൊഴിഞ്ഞിട്ടുണ്ട്. വളരെ ക്രൂരമായ മർദ്ദനം അധ്യാപകന് നേരെ വിദ്യാർത്ഥി നേതാക്കൾ തന്നെ നടത്തിയ സംഭവമാണ് പള്ളിക്കലിൽ നടന്നിട്ടുള്ളത്. അഞ്ജു, സജേഷ്, അതാണ് ഒരു വിദ്യാഭ്യാസ ബന്ദിന്റെ പേരിൽ ഒരു അധ്യാപകന്റെ കൈ ഒടിക്കുക, ഒപ്പം പല്ലുകൾ അടിച്ച് താഴെയിടുക, അത്രമേൽ അധിപതിച്ചു പോയ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം. അഞ്ജു, സമീപകാലത്തൊന്നും കേരളം കേൾക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ രീതിയിൽ അധ്യാപകനെ വിദ്യാർത്ഥി നേതാക്കൾ തല്ലി കൈയൊടിക്കുക, പല്ല് അടിച്ചിളക്കുക, അതും മുഴുവൻ വിദ്യാർത്ഥികളുടെയും മുമ്പിൽ വെച്ചാണ് ഇത് നടന്നിട്ടുള്ളത്. നേരത്തെ അധ്യാപകൻ തന്നെ സൂചിപ്പിച്ചതുപോലെ +1ന്റെ അഡ്മിഷൻ ദിവസമായിരുന്നു ഇന്നലെ. പള്ളിക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒട്ടേറെ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും കാണുകയാണ് ഈ അക്രമം ഉണ്ടായത്. വളരെ ക്രൂരമായ മർദ്ദനമാണ് നടന്നത്. അധ്യാപകന്റെ കൈയ്യ് തല്ലിപ്പൊട്ടിച്ചു. അധ്യാപകൻ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ഇക്കാര്യത്തിൽ 12 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവർ KSU പ്രവർത്തകരാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള FIRും പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അഞ്ജു, വ്യക്തമാണ്. MR സജേഷാണ് വിവരങ്ങൾ നൽകിയത്. കിളിമാനൂരിൽ അധ്യാപകന്റെ കൈകൾ തല്ലിയൊടിച്ചു. KSU പ്രവർത്തകരാണ് സംഭവത്തിന് പിന്നിൽ. മറ്റു വാർത്തയിലേക്ക്. കർണാടകയിൽ മലയാളിയായ ദളിത് വിദ്യാർത്ഥിനി ക്രൂരമായ റാഗിങ്ങിന് ഇരയായി. കർണാടകയിലെ ഗുൽബർഗയിലുള്ള നഴ്സിംഗ് കോളേജിലാണ് സംഭവം. റാഗിങ്ങിനിരയായ എടപ്പാൾ സ്വദേശിനി ഗുരുതരമായ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കക്കൂസ് വൃത്തിയാക്കുന്ന ലായനി കുടിപ്പിക്കുകയായിരുന്നു മുതിർന്ന വിദ്യാർത്ഥികൾ. കറുത്തവൾ എന്ന് പറഞ്ഞ അപമാനിച്ചെന്നും വിദ്യാർത്ഥിനി മൊഴി നൽകി. റാഗ് ചെയ്ത മലയാളികളായ സീനിയർ വിദ്യാർത്ഥികളാണ്. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുകയാണ് കോഴിക്കോട്ട് നിന്നും. സിജു, ഇപ്പോൾ വിദ്യാർത്ഥിനിയുടെ അവസ്ഥ എന്താണ്? മറ്റു വിവരങ്ങൾ? അഞ്ജു, മലയാളിയായ ദളിത് വിദ്യാർത്ഥിക്കാണ് കർണാടകയിൽ വിദ്യാർത്ഥിനിയാണ് ക്രൂരമായ റാഗിങ്ങിനിരയായത്. ഗുൽബർഗയിലെ അൽഖമാർ നഴ്സിംഗ് കോളേജിലെ 1ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. സ്വദേശിനിയാണ്. ഈ കുട്ടി 2015 ഡിസംബർ 1 മുതൽ BSc നഴ്സിംഗിന് അൽഖമാർ നഴ്സിംഗ് കോളേജിൽ പഠിക്കുകയായിരുന്നു. ഈ കാലഘട്ടം മുതൽ കുട്ടിക്ക് ഗുരുതരമായ തരത്തിലുള്ള മാനസികമായ ശാരീരികമായ പീഡനങ്ങൾ വിദ്യാർത്ഥികളിൽ നിന്ന് ഏൽക്കേണ്ടി വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ മെയ് 9-നാണ് 3ാം വർഷ വിദ്യാർത്ഥിനികൾ ഈ വിദ്യാർത്ഥിനിയെ റാഗ് ചെയ്യുകയും ക്ലീനിങ് ലോഷൻ കുടിപ്പിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ അന്നനാളത്തിന്
വലിയ രീതിയിലുള്ള പരിക്കേൽക്കുകയായിരുന്നു. അന്നനാളം വെന്തുരുകിയ ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനുശേഷം 4 ദിവസം കർണാടകയിലെ തന്നെ ആശുപത്രിയിൽ ഈ കുട്ടി ICUവിൽ ചികിത്സയിലായിരുന്നു. പിന്നീട് തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഭാരിച്ച ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയാത്തതിനാൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. കഴിഞ്ഞ 40 ദിവസമായി ഈ കുട്ടിക്ക് വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥിനി ഇപ്പോൾ ചികിത്സയിലാണ്. സിജു കണ്ണൻ വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പള്ളിക്കലിൽ അധ്യാപകനെ സ്കൂളിൽ കയറി മർദ്ദിച്ചത് KSU പ്രവർത്തകർ തന്നെയെന്ന് സ്ഥിരീകരിച്ചു. വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായാണ് മർദ്ദനമെന്ന് പോലീസ് FIRൽ വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി MR സജേഷ് ഒരിക്കൽ കൂടി ചേരുകയാണ്. സജേഷ്, വിദ്യാഭ്യാസ ബന്ദിന്റെ മറവിൽ അതിക്രൂരമായ മർദ്ദനമാണ് ഒരു അധ്യാപകനെ ഏൽക്കേണ്ടി വന്നത്. എന്താണ് സംഭവിച്ചത്? അഞ്ജു, വിദ്യാർത്ഥി നേതാക്കൾ തന്നെ അധ്യാപകനെ മറ്റ് മുഴുവൻ വിദ്യാർത്ഥികളുടെയും മുമ്പിലിട്ട് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇന്നലെ വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായി പഠിപ്പ് മുടക്ക് സമരത്തിന് KSU പ്രവർത്തകർ ശ്രമിച്ചിരുന്നു. എന്നാൽ ആ സ്കൂളിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥി നേതാക്കളും PTA അംഗങ്ങളും അധ്യാപകരും പഠിപ്പ് മുടക്ക് സമരം വേണ്ട എന്ന് തീരുമാനമെടുത്തിരുന്നു. അക്കാര്യം ഈ വിദ്യാർത്ഥി നേതാക്കളോട് പറയുക മാത്രമാണ് അധ്യാപകനും PTA പ്രസിഡന്റും ചെയ്തത്. എന്നാൽ ക്രൂരമായ മർദ്ദനം തിരിച്ച് ഉണ്ടാവുകയായിരുന്നു. അധ്യാപകന്റെ ഒരു കൈ ഒടിഞ്ഞു, 2 പല്ലിളകി. PTA പ്രസിഡന്റിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മറ്റ് 2 PTA അംഗങ്ങൾക്കും പരിക്കേറ്റു. മുഴുവൻ വിദ്യാർത്ഥികളുടെയും മുന്നിലിട്ടാണ് അധ്യാപകനെയും ഈ PTA അംഗങ്ങളെയും തല്ലിച്ചതച്ചത്. നിലത്തിട്ട് ഈ അധ്യാപകനെ, ആരിഫ് എന്നാണ് അധ്യാപകന്റെ പേര്, അധ്യാപകനെ തല്ലിച്ചതക്കുകയായിരുന്നു. ഇന്നലെയാണ് സംഭവം. ആ സംഭവത്തിലാണ് 12 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഈ 12 പേരും KSU പ്രവർത്തകരാണെന്ന് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള FIRും നെടുമങ്ങാട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അഞ്ജു, സജേഷ് തുടരുക. ഇപ്പോൾ ആ അധ്യാപകൻ തന്നെ വി ആരിഫ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ വി ആരിഫ്, എന്താണ് ഇന്നലെ സംഭവിച്ചത്? അതിക്രൂരമായ മർദ്ദനമാണോ താങ്കൾക്ക് ഏൽക്കേണ്ടി വന്നത്? എനിക്ക് അതിക്രൂരമായ മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത്. ഇന്നലെ രാവിലെ 10 മണിക്ക് KSUവിന്റെ നേതാക്കൾ എന്ന് പറഞ്ഞ് 2 പേര് സ്കൂളിൽ വന്നിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസ ബന്ധാണ്, സ്കൂള് വിടണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ആലോചിച്ച് സ്കൂളിൽ സമരം വേണ്ട എന്ന് എല്ലാവരും സമ്മതിച്ച് എഴുതി ഒപ്പുവെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അത് അവരോട് പറയുകയും അവർ തിരികെ പോവുകയും ചെയ്തു. അതിനുശേഷം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി, ഉദ്ദേശം 1 മണിയോടുകൂടി ഞാൻ പള്ളിയിൽ പോയിട്ട് തിരികെ വരുമ്പോൾ, സ്കൂളിനോട് അടുത്ത് തന്നെയാണ് പള്ളി, പള്ളിയിൽ പോയി നമസ്കാരമൊക്കെ കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ഞങ്ങളുടെ സ്കൂളിലെ PTA പ്രസിഡന്റിനെ ഒരു സംഘം ആളുകൾ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ട് തടസ്സം പിടിക്കാൻ ചെന്ന എന്നെ സ്കൂളില് കുട്ടികളുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും മുമ്പിൽ, ഓഫീസിന്റെ മുമ്പിൽ വിട്ട് എന്നെ മാരകമായി അടിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്തു. സർ, വിദ്യാഭ്യാസ ബന്ധം അനുവദിക്കില്ല എന്ന് നിങ്ങൾ PTA മീറ്റിംഗിൽ ഓൾറെഡി തീരുമാനിച്ച ഒരു കാര്യമാണ്. അക്കാര്യം നിങ്ങൾ അവരെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഇതൊന്നും മുഖവിലക്കെടുക്കാതെ യാതൊരു പ്രകോപനവും കൂടാതെ ആക്രമിക്കുകയായിരുന്നോ താങ്കളെ? ഒരു പ്രകോപനവും കൂടാതെയായിരുന്നു അവരെ ആക്രമിച്ചത്. കാരണം ഈ വന്നവരാരും തന്നെ ഞങ്ങളുടെ ഞാനും ഈ അവിടുത്തെ ഈ സ്കൂളിലെ അധ്യാപകനാണ്, ഒപ്പം ഈ നാട്ടുകാരൻ കൂടിയാണ്. വന്നവരാരും തന്നെ ഈ നാട്ടിലെങ്ങും ഉള്ളവരെ അല്ല, ഞാൻ കണ്ടു പരിചയം പോലും ഇല്ലാത്തവരാണ്. KSUവിന്റെ ഒരു കൊടിയും കുറെ വടിയും ഒക്കെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ള അല്ലാതെ പരിചയമുള്ള ആരും തന്നെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ കുറുവടിയും കമ്പപ്പാരയും ഒക്കെ ആയിട്ട് എത്രത്തോളം ആളുകളാണ് കയറി വന്നത്? ഒരു 25ഓളം ആളുകൾ ഉണ്ടായിരുന്നു. ഈ വിദ്യാർത്ഥികളും താങ്കളുടെ ബൈറ്റിൽ കണ്ടതുപോലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ നോക്കി നിൽക്കെ ആയിരുന്നോ ഈ മർദ്ദനം? അതെ, ഇന്നലെ ഈ +1ന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് അഡ്മിഷൻ നടക്കുന്ന ദിവസമായിരുന്നു. അപ്പോൾ ആ അഡ്മിഷൻ നടക്കുന്ന ആ സ്ഥലത്ത് പേരൻസും അതുപോലെ തന്നെ കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റു സ്കൂളുകളിൽ നിന്ന് പുതിയതായിട്ട് അഡ്മിഷൻ എടുക്കാൻ വന്ന കുട്ടികളും അവരുടെ പേരൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ട് കുട്ടികളും പേരൻസും ഒക്കെ നിലവിളിച്ച് നാലുപാടും ഓടുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായത്. സാറ് ആ നാട്ടുകാരൻ തന്നെയാണ്. ഇനി നാളെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അവരെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുമാണ്. അതെ 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 ഇപ്പോ എന്റെ കുട്ടികളുടെ മുമ്പിൽ ഇട്ടാണ് എന്നെ ഇത്രയും ക്രൂരമായി മർദ്ദിച്ചത്.
അപ്പോൾ ഇനി കുട്ടികളെ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒന്ന്, എൻ്റെ ബന്ധുക്കളായിട്ടുള്ള കുട്ടികളാണ് ഏറിയ പങ്കും, അതുപോലെ തന്നെ എൻ്റെ നാട്ടിലുള്ള കുട്ടികളുമാണ്. എല്ലാവരും ആ ഒരു റിലേഷൻ കൂടി ഉള്ളതാണ്. എന്നെ സംബന്ധിച്ചുള്ള അതൊരു വലിയ മാനസികമായിട്ടൊരു വലിയ വിഷമമുള്ളൊരു കാര്യമാണ്. ഈ മർദ്ദിച്ചവരെ താങ്കൾക്ക് അറിയാമോ? ഹലോ, മർദ്ദിച്ചവരെ താങ്കൾക്ക് അറിയാമോ? ആ അറിയാവുന്നവരാണ്, കണ്ടാൽ അറിയാം. നേരത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി സ്കൂളിൽ ഇവർ സമീപിച്ചിട്ടുണ്ടോ? അങ്ങ് ഉൾപ്പെടെയുള്ള അധ്യാപകരുമായി ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ആവശ്യത്തിനായി സമീപിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, നേരത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിൽ ഇവർ വന്നിട്ടില്ല. ഞങ്ങളുടെ നാട്ടിലൊന്നും കണ്ടിട്ടുമില്ല ഇവരാരെയും. ഈ മറ്റ് സ്കൂളുകളൊക്കെ എങ്ങനെയായിരുന്നു? ഇന്നലെ പൂർണ്ണമായും പ്രവർത്തനം സ്തംഭിക്കുകയായിരുന്നു, പഠിപ്പ് മുടക്കായിരുന്നു. അടുത്തുള്ള സ്കൂളുകളൊക്കെ എങ്ങനെയായിരുന്നു? അടുത്തുള്ള അൺഎയ്ഡഡ് സ്കൂളുകൾ ചിലത് പ്രവർത്തിച്ചായിരുന്നു. KTCT പോലെയുള്ള സ്കൂളുകൾ പ്രവർത്തിച്ചായിരുന്നു. പിന്നെ എയ്ഡഡ് സ്കൂളുകൾ, മാനേജ്മെന്റ് സ്കൂളുകളൊക്കെ ഇവരിങ്ങനെ ചെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ എയ്ഡഡ് സ്കൂൾ, മാനേജ്മെന്റ് സ്കൂളുകളൊക്കെ വിട്ടിരുന്നു. അവരാരും തന്നെ നേരത്തെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. കാരണം സമരം വേണ്ട എന്നുള്ളൊരു തീരുമാനം ആ സ്കൂളുകൾ ആരും എടുത്തിട്ടില്ല. നമ്മൾ ഇതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി തീരുമാനിച്ച് PTA ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലായിരുന്നു അത്തരമൊരു തീരുമാനം ഉണ്ടായത്? അത് ഈ നേതാക്കളും അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൽ ഉൾപ്പെട്ടിരുന്നോ? ഇപ്പോഴുള്ള ഈ KSUവിന്റെ ആ സ്കൂളിലെ നേതാക്കളും? ഇപ്പോഴുള്ള നേതാക്കന്മാരാരും അതിൽ ഉൾപ്പെട്ടിരുന്നില്ല. ഞാൻ ഈ സ്കൂളിൽ വന്നിട്ട് 6 വർഷമേ ആയുള്ളൂ. അപ്പൊ അതിന് മുമ്പ് എടുത്തിരുന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടത്തിക്കൊണ്ടു പോകുന്നത്. ഇങ്ങനെ ഒരു തീരുമാനം നടപ്പാക്കിക്കൊണ്ടു പോകുന്നത്. അപ്പൊ അന്നാരും ഇവരാരും KSUവിന്റെ നേതാക്കന്മാരായിരുന്നില്ല. ഇന്നലെ മെഡിക്കൽ കോളേജിൽ വെച്ച് കാണുമ്പോൾ അങ്ങ് വലിയ അവശനിലയിലായിരുന്നു. ഇപ്പോഴെങ്ങനെയുണ്ട് ആരോഗ്യം? ഇപ്പോഴും വലിയ അവശതയിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. വിദ്യ, വളരെയധികം നന്ദി ശ്രീ ആരിഫ് ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് വിദ്യാഭ്യാസ ബന്ദിന്റെ പേരിൽ KSU പ്രവർത്തകർ സ്കൂളിൽ കയറി വന്ന അധ്യാപകനെ അതിക്രൂരമായി മർദ്ദിച്ചത്. സജേഷിലേക്ക് കൂടി ഒരിക്കൽ കൂടി പോവുകയാണ്. സജേഷ്, അതിക്രൂരമായ മർദ്ദനം ആ അധ്യാപകന്റെ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇനി കുട്ടികളെ ഫേസ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് മറ്റ് അധ്യാപകർ നോക്കി നിൽക്കുന്നു, രക്ഷിതാക്കൾ നോക്കി നിൽക്കുന്നു, ഒപ്പം താൻ പഠിപ്പിക്കുന്ന കുട്ടികളും. ഇത്തരമൊരു അവസ്ഥ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വന്നിരിക്കുന്നു, ഉടലെടുത്തിരിക്കുന്നു. എന്താകും ഇനിയുള്ള ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ ഇനിയുള്ള തീരുമാനം? അഞ്ജു, ഞാൻ ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ഈ അധ്യാപകനെ മെഡിക്കൽ കോളേജിൽ വെച്ച് കാണുന്നത്. വളരെ അവശനിലയിലായിരുന്നു അപ്പോൾ അധ്യാപകൻ്റെ അവസ്ഥ. ശരീരമാസകലം മർദ്ദനമേറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാനസികമായും തകർന്ന തരത്തിലായിരുന്നു ഈ അധ്യാപകൻ സംസാരിച്ചത്. സ്വന്തം കുട്ടികളുടെ മുമ്പിൽ വെച്ചാണ് അധ്യാപകന് മർദ്ദനമേറ്റത്. നിലത്തിട്ട് ചവിട്ടുക ഉൾപ്പെടെയായിരുന്നു. ആ സ്കൂളിലെ മുഴുവൻ കുട്ടികളും നോക്കി നിൽക്കുന്നു. ഇന്നലെ +1 അഡ്മിഷന് വേണ്ടി അദ്ദേഹത്തിൻ്റെ തന്നെ നാട്ടുകാരായിട്ടുള്ള രക്ഷിതാക്കളും അവിടെയുണ്ട്. അവരുടെ മുഴുവൻ മുമ്പിൽ വെച്ചാണ് ഈ 25ഓളം പേരടങ്ങിയ സംഘം അതിക്രൂരമായി ഈ അധ്യാപകനെ നിലത്തിട്ട് ചവിട്ടുകയും കൈ തല്ലി ഒടിക്കുകയും ചെയ്തത്. സമീപകാലത്തൊന്നും കേരളം ഇങ്ങനെ ഒരു അധ്യാപകനെ വിദ്യാർത്ഥി നേതാക്കൾ തന്നെ കൈകാര്യം ചെയ്ത ഒരു സംഭവം കേട്ടിട്ട് പോലും ഉണ്ടാകില്ല. ഒരു കൈക്ക് 2 ഇടത്ത് പൊട്ടലുണ്ട്, 2 പല്ലുകൾ അടിച്ചു കളഞ്ഞു, ശരീരമാസകലം മുറിവുമുണ്ട്. ഇത് ഇന്നലെ തന്നെ 12 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആ അറസ്റ്റ് ചെയ്ത ആളുകൾ KSUവിൻ്റെ വിദ്യാർത്ഥി നേതാക്കളാണെന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ FIRൽ പറയുന്നത്. ആ FIR നെടുമങ്ങാട് കോടതിയിലും സമർപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ രാത്രി കാണുമ്പോൾ തീർത്തും അവശനിലയിലായിരുന്നു ഈ അധ്യാപകന്റെ ആരോഗ്യസ്ഥിതിയും. അഞ്ജു, തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പള്ളിക്കലിൽ അധ്യാപകനെ സ്കൂളിൽ കയറി മർദ്ദിച്ചത് KSU പ്രവർത്തകർ തന്നെയെന്ന് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പള്ളിക്കലിൽ അധ്യാപകനെ സ്കൂളിൽ കയറി മർദ്ദിച്ചത് KSU പ്രവർത്തകർ തന്നെയെന്ന് സ്ഥിരീകരിച്ചു. വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായാണ് മർദ്ദനമെന്ന് പോലീസ് FIRൽ വ്യക്തമാക്കി. ഈ വാർത്തയോട് പ്രതികരിക്കാൻ ഇപ്പോൾ സ്കൂളിന്റെ PTA പ്രസിഡന്റ് HA സുധീർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സുധീർ, താങ്കളുടെ സ്കൂളിൽ ആണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അധ്യാപകന്റെ കൈ തല്ലിയൊടിച്ചു, ഒപ്പം അദ്ദേഹത്തിന്റെ പല്ലുകൾ അടിച്ചു ഇടുന്ന ഒരു സ്ഥിതിവിശേഷം. ഇത്തരത്തിൽ അതിക്രൂരമായ മർദ്ദനം ഒരു അധ്യാപകന് ഏൽക്കേണ്ടി വരുന്നു. എന്ത് നിലപാടാണ് ഇക്കാര്യത്തിൽ സ്കൂൾ സ്വീകരിക്കാൻ പോവുക? ഇന്നലെ രാവിലെ 10 മണിക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്, മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള അജസ് എന്ന് പറയുന്ന കക്ഷിയും KSUവിന്റെ
പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു കുട്ടി കൂടി രാവിലെ സ്കൂളിൽ വന്നിരുന്നു. സമരവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ വിടണം എന്ന് ആവശ്യപ്പെടുകയും പള്ളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞങ്ങൾ PTA അധ്യാപകരും രക്ഷകർത്താക്കളും കൂടി ഈ സമരമില്ലാത്ത സ്കൂളാണ് ഈ എന്നുള്ള നിലയിലൊരു തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. സ്കൂളിന്റെ നല്ല വിജയശതമാനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രക്ഷകർത്താക്കളും അധ്യാപകരും അത് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സമരം വേണ്ട എന്നുള്ള നിലപാട് ഞങ്ങൾ എടുത്തിരുന്നു. എന്നാൽ ഇന്നലെ 12:30 മണിയോടുകൂടി 3-4 വാഹനങ്ങളിലായിട്ട് KSUവിന്റെ കൊടിയുമായി കുറെ ക്രിമിനൽസുകൾ തികച്ചും ഗുണ്ടാ വിളയാട്ടം പോലെ തന്നെ സ്കൂളിലേക്ക് കടന്നു കയറുകയും, ഞാൻ ഓഫീസിലുണ്ടായിരുന്നു ഇന്നലെ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഓഫീസിൽ ഇരിക്കുമ്പോൾ ഇവരിൽ കുറെ ആൾക്കാർ ഓഫീസിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അവരെ തടുത്തു. കാര്യം അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ സ്കൂൾ എന്തുകൊണ്ട് നിങ്ങളുടെ സ്കൂൾ വിടുന്നില്ല, ഞങ്ങൾ സ്കൂളിൽ നിന്ന് വെടിയിച്ചിട്ട് പോകുന്നുള്ള രീതിയിൽ ആക്രോശിച്ചുകൊണ്ട് തന്നെ ഓഫീസിന്റെ അകത്തോട്ട് തള്ളിമറിച്ചിട്ടുകൊണ്ട് ഇവര് അകത്തേക്ക് കയറുവാൻ ശ്രമിച്ചു. അതിൽ തടയാൻ ശ്രമിച്ചപ്പോൾ എന്നെ അടിച്ചു നിലത്തിടുകയും എന്റെ കൈ അടിച്ചൊടിക്കുകയും ചെയ്തു. ഇത് കണ്ടുകൊണ്ട് ആരിഫ് സാർ, നമ്മുടെ ഹൈസ്കൂളിന്റെ അധ്യാപകനായിട്ടുള്ള ആരിഫ് സാർ ഇത് കണ്ടുകൊണ്ട് കയറി വരികയും സാർ ഓടി വന്നതിന്റെ മധ്യസ്ഥ ജീവന്റെ ഇടയിൽ വന്ന് കയറുമ്പോൾ സാറിനെയും ക്രൂരമായി തലക്കടിച്ച് വീഴ്ത്തിയിട്ട് സാറിന്റെ മുഖത്തും കയ്യിലുമൊക്കെ കമ്പി വടികൊണ്ട് അടിക്കുകയായിരുന്നു. ഇത്തരത്തിൽ വളരെ മൃഗീയമായ ഒരു സംഭവമാണ് ഇന്നലെ KSUവിന്റെ ഗുണ്ടകൾ ഈ സ്കൂളിൽ വിളയാടിയിട്ടുള്ളത്. തീർച്ചയായും വിദ്യാഭ്യാസ ബന്ധു മറയാക്കിക്കൊണ്ട് KSU പ്രവർത്തകർ ഗുണ്ടാ വിളയാട്ടം തന്നെയാണോ സ്കൂളിൽ ഇന്നലെ നടത്തിയത്? അതെ, KSUവിന്റെ വിദ്യാഭ്യാസ ബന്ധു എന്നുള്ള പേരിൽ തന്നെയാണ് ഇവർ വന്നതും ഇത്തരത്തിലുള്ള വിളയാട്ടങ്ങൾ ആ സ്കൂളിൽ നടത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏകദേശം 5 സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഇന്നലെ ഈ ഇതിന്റെ മറയിൽ KSU ഗുണ്ടാ വിളയാട്ടം നടത്തിയിട്ടുണ്ട്. തീർച്ചയായും വിദ്യാഭ്യാസ ബന്ധ അനുവദിക്കില്ല എന്നുള്ള ഒരു കാര്യം അത് നേരത്തെ തന്നെ PTA തീരുമാനമെടുത്തതാണ്. എത്തരത്തിലാണ് അത്തരം ഒരു നിലപാടിലേക്ക് എത്താൻ സ്കൂളിനെ പ്രേരിപ്പിച്ചത്? സ്കൂള് പൊതുവെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ സർക്കാർ സ്കൂളിന്റെ ഭാഗത്ത് കുറച്ച് പിന്നോക്കം നിന്ന സ്കൂളായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ. ഇപ്പോൾ നമ്മളത് ഇത്തരത്തിലുള്ള സമരങ്ങളൊന്നും വേണ്ട എന്നുള്ള നിലപാടെടുത്ത് 5 വർഷമായി നമ്മുടെ സ്കൂള് 100% വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാക്കി മാറ്റുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് നാട്ടുകാരുടെയും എല്ലാവരുടെയും രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ നല്ല ശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമുക്കിത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അടിയന്തരമായി PTA കൂടിയിട്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. സ്ഥലത്തെ പ്രമുഖരായിട്ടുള്ള പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പ്രാദേശിക നേതാക്കന്മാരെ ഒക്കെ തന്നെ ഞങ്ങൾ ഈ കമ്മിറ്റിയിലേക്ക് വിളിച്ചുകൊണ്ട് ചർച്ച നടത്തി. അവരെല്ലാവരും ഇത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും കഴിഞ്ഞ ഏതാണ്ട് 5 കൊല്ലത്തോളമായി ഈ ഒരു നടപടി അത് അങ്ങനെ തന്നെയാണോ തുടർന്നിരുന്നത്? വിദ്യാഭ്യാസ ബന്ധുക്കളൊന്നും അത് സ്കൂളിനെ ബാധിക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു ഇത്രയും വർഷം? അതെ അതെ അതെ. ഇത് യാതൊരു പ്രകോപനവും കൂടാതെ കമ്പിപ്പാരയൊക്കെയായി സ്കൂളിലേക്ക് പാഞ്ഞു കയറി വന്ന ഒരു ആക്രമണം അഴിച്ചുവിടുകയാണോ ഇന്നലെ ഉണ്ടായത്? ആയിരുന്നു. എന്തോ ഒരു കരുതലോടുകൂടി തന്നെ ആയിരുന്നു ഇന്നലത്തെ വരവ്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ H.A. സുധീർ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഒരു അധ്യാപകനെ അതിക്രൂരമായ മർദ്ദനമാണ് ഇന്നലെ വിദ്യാഭ്യാസ ബന്ദിന്റെ മറവിൽ കിളിമാനൂരിൽ ഉണ്ടായത്. മറ്റു വാർത്തയിലേക്ക്. ഗ്രന്ഥാലയങ്ങളെ കത്തിക്കുന്നവർക്കെതിരെ ജനമനസാക്ഷി ഉണരണമെന്ന് മുഖ്യമന്ത്രി. വായനാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം മേധാവിത്വത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മനുഷ്യനന്മയും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കാനുള്ള പ്രവർത്തനങ്ങൾ സാംസ്കാരിക പ്രവർത്തകർ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിയമന ക്രമക്കേടിൽ അന്വേഷണം പ്രഹസനമാകുന്നു. രജിസ്ട്രാർ സംശയനിഴലിലുള്ള കേസിൽ അന്വേഷിക്കുന്നത് കീഴ് ഉദ്യോഗസ്ഥനാണ്. ജോയിന്റ് രജിസ്ട്രാർക്കാണ് നിലവിൽ അന്വേഷണ ചുമതല. പ്യൂൺ നിയമനത്തിലെ ക്രമക്കേട് പീപ്പിൾ TV ആണ് പുറത്തുകൊണ്ടുവന്നത്. വിവരങ്ങളുമായി PV കുട്ടൻ ചേരുകയാണ് കോഴിക്കോട് നിന്നും. കുട്ടൻ, ഇന്നലെയാണ് യൂണിവേഴ്സിറ്റിയിലെ ഇത്തരമൊരു സംഭവം നിയമന ക്രമക്കേട് നമ്മൾ പുറത്തു കൊണ്ടുവന്നത്. എന്നാൽ ഇപ്പോൾ
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിയമന ക്രമക്കേടിൽ അന്വേഷണം പ്രഹസനമാവുകയാണ്. രജിസ്ട്രാർ സംശയനിഴലിലുള്ള കേസിൽ അന്വേഷിക്കുന്നത് കീഴുദ്യോഗസ്ഥനാണ്. ജോയിന്റ് രജിസ്ട്രാർക്കാണ് നിലവിൽ അന്വേഷണ ചുമതല. പ്യൂൺ നിയമനത്തിലെ ക്രമക്കേട് പീപ്പിൾ ടിവിയാണ് പുറത്തു കൊണ്ടുവന്നത്. പി വി കുട്ടൻ ചേരുകയാണ് ഇതിന്റെ വിശദാംശങ്ങളുമായി. കുട്ടൻ, ഇന്നലെയാണ് നമ്മൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ഏതാണ്ട് 5 ലക്ഷത്തിലധികം രൂപ വാങ്ങി നിയമനം നടത്തുന്നു എന്നതായിരുന്നു നമ്മൾ കണ്ടെത്തിയത്. എന്താണ് ഇപ്പോൾ സംഭവിച്ചത്? അന്വേഷണം പ്രഹസനമാവുക തന്നെയാണോ? അഞ്ജു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്യൂൺ നിയമനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്രമക്കേടുകൾ കഴിഞ്ഞ ദിവസമാണ് പീപ്പിൾ ടി വി പുറത്തു കൊണ്ടുവന്നത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ വിദ്യാഭ്യാസ മന്ത്രി സംഭവത്തെക്കുറിച്ച് യൂണിവേഴ്സിറ്റി അധികൃതരിൽ നിന്നും വിശദീകരണം തേടിയിരുന്നു. രജിസ്ട്രാറുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ട റാങ്ക് ലിസ്റ്റ് ആയിരുന്നു ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ പുറത്തായത്. ഇതിന്റെ ഈ റാങ്ക് ലിസ്റ്റ് അടക്കം പീപ്പിൾ ടി വി പുറത്തു കൊണ്ടുവരികയും ചെയ്തു. ഈ റാങ്ക് ലിസ്റ്റിന്റെ മറവിൽ ലക്ഷങ്ങളുടെ കോഴയിടപാടുകൾ നടന്നതായും വിവരം ലഭിച്ചിരുന്നു. ഇതെല്ലാം ഉയർത്തിക്കാട്ടിയാണ് പീപ്പിൾ ടി വി വാർത്ത കൊണ്ടുവന്നത്. വാർത്തയ്ക്ക് ശേഷം വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. യൂണിവേഴ്സിറ്റി രജിസ്ട്രാറോടാണ് ഇത് സംബന്ധിച്ച വിശദീകരണം തേടിയത്. എന്നാൽ അതിനുശേഷം നടന്ന സംഭവങ്ങളാണ് ഈ അന്വേഷണത്തെ വളരെ പ്രഹസനമാക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഈ ക്രമക്കേടുകളിൽ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ അബ്ദുൾ മജീദിന് പങ്കുണ്ടെന്ന തരത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ ആരോപിക്കുകയും പീപ്പിളിന്റെ വാർത്തയെ തുടർന്ന് അവിടെ വലിയ സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. രജിസ്ട്രാർ സംശയനിഴലിൽ ആയ ഈ സംഭവം അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ജോയിന്റ് രജിസ്ട്രാറെയാണ്. ഭരണവിഭാഗം ജോയിന്റ് രജിസ്ട്രാർ CP ജോണിനെയാണ് ഈ സംബന്ധിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് രജിസ്ട്രാർ ഡോക്ടർ അബ്ദുൾ മജീദ് പീപ്പിൾ ടിവിയോട് പറഞ്ഞത്. രജിസ്ട്രാർ അടക്കം സംശയനിഴലിലുള്ള ഈ സംഭവം അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥൻ അന്വേഷിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്താൻ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥന് സാധിക്കില്ല എന്നിരിക്കെ ഈ അന്വേഷണം അട്ടിമറിക്കുന്നതിനും പ്രഹസനമാക്കുന്നതിനും വേണ്ടിയാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. രജിസ്ട്രാർക്ക് മുകളിലുള്ള ഏതെങ്കിലും ഒരു സംവിധാനത്തെ കൂടെ അന്വേഷിപ്പിക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിപ്പിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ തന്നെ കഴിഞ്ഞ UDF-ന്റെ ഭരണകാലത്ത് വലിയ അഴിമതികളും ക്രമക്കേടുകളും കൊണ്ട് വാർത്താ പ്രാധാന്യം നേടിയ ഒരു കേന്ദ്രമായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഓരോ തീരുമാനങ്ങളിലും അഴിമതി എന്നതായിരുന്നു കഴിഞ്ഞ ഭരണകാലത്തെ നടപടികൾ. അതിൽ നിന്ന് വ്യത്യസ്തമാവുകയല്ല ഇപ്പോഴും എന്നതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കാരണം തികച്ചും അലംഭാവം നടന്നിരിക്കുകയാണ്. ഒരു സംഭവം നടന്ന് കൃത്യമായ വാർത്തകൾ പുറത്തു വന്നിട്ടും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് തന്നെ ഇടപെട്ടിട്ടും വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് ഇടപെട്ടിട്ട് പോലും ഈ വിഷയത്തിൽ അന്വേഷണം പ്രഹസനമാക്കാനാണ് യൂണിവേഴ്സിറ്റി പി വി കുട്ടൻ ദയവായി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം വിശ്വനാഥൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ വിശ്വനാഥൻ, ഇന്നലെ ഈ വാർത്ത കൊണ്ടുവന്നപ്പോൾ തന്നെ താങ്കളെ ബന്ധപ്പെട്ടിരുന്നതാണ്. നിയമന ക്രമക്കേട് നടക്കുന്നു, പ്യൂൺ നിയമനത്തിൽ 5 ലക്ഷത്തിലധികം രൂപ നേടി അവർക്ക് നിയമനം നൽകുന്നു എന്നുള്ള വാർത്ത പീപ്പിൾ ടിവി തന്നെ പുറത്തു കൊണ്ടുവന്നതാണ്. എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിലുള്ള അന്വേഷണം രജിസ്ട്രാർ തന്നെ സംശയനിഴലിലുള്ള ഒരു കേസിൽ അതിന്റെ അന്വേഷണം കീഴുദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നു. ഇതെങ്ങനെ ശരിയാകും? സ്വാഭാവികമായും ഇത്തരത്തിൽ വരുമ്പോൾ മേലുദ്യോഗസ്ഥന് അനുകൂലമായ ഒരു നിലപാട് അത് കീഴുദ്യോഗസ്ഥൻ സ്വാഭാവികമായും എടുക്കില്ലേ? തീർച്ചയായിട്ടും മെഡിക്കൽ സർവകലാശാലയിലെ കഴിഞ്ഞ 5 വർഷക്കാലമാണ് അരങ്ങേറിയിട്ടുള്ള എല്ലാ അഴിമതികളും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കേരള TV അടക്കമുള്ള മാധ്യമങ്ങൾ ശ്രമിച്ചപ്പോൾ അതിനെല്ലാം മൂടി വയ്ക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിന്റെ തുടർച്ചയെന്നോണം ഇന്നലെ കേരള TV സംപ്രേഷണം ചെയ്ത ബ്രേക്കിംഗ് ന്യൂസിനെ തുടർന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള ആളുകൾ ഇതിൽ ഇടപെടുകയും കൃത്യമായ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും സമഗ്രമായ അന്വേഷണം വേണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രജിസ്ട്രാർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർ വരുത്തിയിട്ടുള്ള വീഴ്ചകളെ കുറിച്ച് അന്വേഷിക്കാൻ അവരുടെ കീഴുദ്യോഗസ്ഥനായ ജോയിന്റ് രജിസ്ട്രാർ ശ്രീ CP ജോണിനെ നിയോഗിച്ചത് തികച്ചും ഈ അന്വേഷണം പ്രഹസനമാക്കാനുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ കീഴുദ്യോഗസ്ഥൻ അന്വേഷിച്ചാൽ അദ്ദേഹത്തിന് പല പരിമിതികളുമുണ്ട്. ഈ ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുന്നതിനും അതിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിനും അദ്ദേഹത്തിന്റെ പരിമിതികളുണ്ടാകും. അതുകൊണ്ട് ഈ അന്വേഷണം പ്രഹസനമാക്കാനുള്ള ഉദ്ദേശമാണ് ഇവരുടെ പിന്നിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടായതിനെ തുടർന്ന് നമ്മുടെ സർവകലാശാലയിൽ ഇതുവരെ അത്തരം മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സർവകലാശാല ഇപ്പോഴും ഭരിക്കുന്ന UDF-ന്റെ സിൻഡിക്കേറ്റാണ്. മുൻ UDF സർക്കാർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള അംഗങ്ങളടക്കമുള്ള ഭൂരിപക്ഷം സിൻഡിക്കേറ്റാണ് സർവകലാശാലയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ രാഷ്ട്രീയ ഘടനയിൽ മാറ്റം വരാത്തിടത്തോളം കാലം സർവകലാശാലയിൽ നീതി നടപ്പാകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സർക്കാരിന്റെ
ഇടപെടൽ അടിയന്തരമായിട്ട് സർവകലാശാല സിൻഡിക്കേറ്റ് പുനഃസംഘടിപ്പിക്കുന്നതിന് ഉണ്ടാകണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. സർവകലാശാലയിൽ ഇപ്പോഴും തീർച്ചയായും ശ്രീ വിശ്വനാഥൻ, ഇന്നലെ തന്നെ നമ്മളോട് വിശ്വനാഥൻ ടെലിഫോൺ ലൈനിൽ ഇല്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ പി വി കുട്ടനിലേക്ക് തന്നെ പോവുകയാണ്. പി വി കുട്ടൻ, ഇന്നലെ നമ്മളോട് തന്നെ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയതാണ് ഇക്കാര്യത്തിൽ വ്യക്തമായ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന്. എന്നാൽ ഇപ്പോൾ അക്കാര്യത്തിൽ UDF തന്നെ സിൻഡിക്കേറ്റിലുള്ള UDF നേതൃത്വം ഉള്ള സിൻഡിക്കേറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിയമന ക്രമക്കേടിൽ അന്വേഷണം പ്രഹസനമാവുകയാണ്. രജിസ്ട്രാർ സംശയ നിഴലിൽ കേസിൽ അന്വേഷിക്കുന്നത് കീഴുദ്യോഗസ്ഥനാണ്. ജോയിന്റ് രജിസ്ട്രാർക്കാണ് നിലവിൽ അന്വേഷണ ചുമതല. പ്യൂൺ നിയമനത്തിലെ ക്രമക്കേട് പീപ്പിൾ ടിവിയാണ് പുറത്തു കൊണ്ടുവന്നത്. കർണാടകയിൽ മലയാളിയായ ദളിത് വിദ്യാർത്ഥിനി ക്രൂരമായ റാഗിങ്ങിന് ഇരയായി. കർണാടകയിലെ ഗുൽബർഗയിലുള്ള നഴ്സിംഗ് കോളേജിലാണ് സംഭവം. റാഗിങ്ങിനിരയായ എടപ്പാൾ സ്വദേശിനി ഗുരുതരമായ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നു. സിജു, വിദ്യാർത്ഥിനിയുടെ നില അതീവ ഗുരുതരമാണോ? എന്താണ് ഇക്കാര്യത്തിൽ സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം? അഞ്ജു, എടപ്പാൾ സ്വദേശിനിയായ ദളിത് വിദ്യാർത്ഥിനിക്കാണ് കർണാടകയിൽ ക്രൂരമായ റാഗിങ്ങിനിരയായത്. ഗുൽബർഗയിലെ അൽഖമാർ നഴ്സിംഗ് കോളേജിലെ 1ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്. ഈ കഴിഞ്ഞ മെയ് 9-ന് 3ാം വർഷ വിദ്യാർത്ഥിനികൾ ഈ പെൺകുട്ടിയെ ടോയ്ലറ്റ് ക്ലീനർ കുടിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നനാളം വെന്തുരുകി 4 ദിവസത്തോളം കർണാടകയിലെ ഒരു ആശുപത്രിയിൽ ICUവിലായിരുന്നു ഈ പെൺകുട്ടി. അതിനുശേഷം എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് ചികിത്സ ചെയ്തു. അതിനുശേഷം പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. നിലവിൽ ഡോക്ടർമാർ നൽകുന്ന വിവരമനുസരിച്ച് പെൺകുട്ടികൾക്ക് കഴിഞ്ഞ 42 ദിവസമായി വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അത്തരത്തിൽ അന്നനാളത്തിന് ഈ ടോയ്ലറ്റ് ക്ലീനർ കുടിപ്പിച്ചത് വഴി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം. വളരെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടിയാണ്. 2015 ഡിസംബർ 1-നാണ് ഈ കുട്ടി ഗുൽബർഗയിലെ അൽഖമാർ നഴ്സിംഗ് കോളേജിൽ BSc നഴ്സിംഗ് പഠനത്തിനായി എത്തിയത്. ഈ സമയം മുതൽ 3ാം വർഷ വിദ്യാർത്ഥികളിൽ നിന്ന് മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു എന്നാണ് പെൺകുട്ടിയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കുടുംബകാര്യങ്ങളും വ്യക്തിപരമായ കാര്യങ്ങളും അടക്കം പറഞ്ഞ് അധിക്ഷേപിക്കുകയും അതോടൊപ്പം കറുത്തവളെന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തു എന്നും ഇവർ പറയുന്നു. നിരവധി തവണ കോളേജ് അധികൃതർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പെൺകുട്ടി പരാതി നൽകിയിരുന്നു. അതോടൊപ്പം ബന്ധുക്കളോടും ഇത്തരത്തിൽ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് തുടർ നടപടികളൊന്നും ഉണ്ടായില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ മെയ് 9-ന് ശേഷം, ഈ സംഭവത്തിന് ശേഷം ICUവിലായിരുന്ന പെൺകുട്ടിയെ പിന്നീട് കോളേജ് അധികൃതർ ഇടപെട്ട് കേരളത്തിലേക്ക് അയക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഈ റാഗിംഗ് ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ നടപടികൾ എടുക്കാനോ മറ്റു തുടർ നടപടികൾ സ്വീകരിക്കാനോ കോളേജ് അധികൃതർ തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ളവരായതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പ്രശ്നത്തെ എങ്ങനെ നേരിടണമെന്ന് കൃത്യമായി അറിയുന്ന സാധാരണക്കാരാണിവർ. അതുകൊണ്ട് തന്നെ നിലവിൽ ഇവർ എവിടെയും പരാതി നൽകിയിട്ടില്ല. എന്നാൽ സർക്കാർ തലത്തിൽ ഇടപെട്ടുകൊണ്ട് ഇതൊരു പരാതിയുമായി മുന്നോട്ട് പോകാനും തുടർ നടപടികൾ എടുക്കാനുമാണ് നിലവിൽ ബന്ധുക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. അഞ്ജു, സിജു, മലയാളികളായ സീനിയർ വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ ഒരു കൃത്യം ചെയ്തിരിക്കുന്നത്. ഇവർക്കെതിരെ എന്നിട്ടും സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ യാതൊരു നടപടിയും എടുക്കാൻ കോളേജ് അധികൃതർ തയ്യാറായില്ല എന്നാണോ? അഞ്ജു, മലയാളികൾ ഉൾപ്പെടെയുള്ള സീനിയർ വിദ്യാർത്ഥിനികളാണ് ഇത്തരത്തിൽ ക്രൂരമായ റാഗിങ്ങിന് ഒരു മലയാളി വിദ്യാർത്ഥിനിയെ തന്നെ വിധേയമാക്കിയത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കോളേജുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. മെയ് 9-നാണ് ഈ പെൺകുട്ടിയെ ഹോസ്റ്റലിലെത്തി മൃഗീയമായ രീതിയിൽ റാഗിങ് ചെയ്തത്. ടോയ്ലറ്റ് ക്ലീനർ കുടിപ്പിക്കുകയായിരുന്നു. അതിനുശേഷമാണ് പെൺകുട്ടി ഇത്തരത്തിൽ ആരോഗ്യസ്ഥിതി വളരെ മോശമായി ഗുരുതരാവസ്ഥയിലായത്. 4 ദിവസം ഇവിടെ കർണാടകയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിനുശേഷം ഈ വിവരം കോളേജ് അധികൃതർ ബന്ധുക്കളെ അറിയിച്ചിരുന്നു. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ട് ആ ദിവസം തന്നെ എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.
എന്നാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്ന രീതിയിലാണ് കോളേജ് അധികൃതർ ബന്ധുക്കൾക്ക് വിവരം നൽകിയത്. തുടർന്ന് 4 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ഈ വിദ്യാർത്ഥിനിയെ ഇത്തരത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള വിദ്യാർത്ഥിനിയെ കേരളത്തിലേക്ക് അയക്കാനാണ് കോളേജ് മാനേജ്മെന്റ് തിടുക്കം കാട്ടിയത്. അതിനുശേഷം ഈ 40 ദിവസത്തോളം ഈ ആരോഗ്യസ്ഥിതി മോശമായി ഈ പെൺകുട്ടി കഴിയുമ്പോഴും കോളേജിൽ നിന്ന് ഒരു തരത്തിലുള്ള ബന്ധപ്പെടലും ഉണ്ടായില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് അന്വേഷിക്കാനോ മറ്റു കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാനോ ആരും തന്നെ ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ കരുതേണ്ടത് ഈ റാഗിംഗ് കേസുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളൊന്നും കോളേജ് സ്വീകരിച്ചിട്ടില്ല എന്നാണ്. ഒരുപക്ഷെ കോളേജിന് അപമാനം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ക്രൂരമായ റാഗിംഗ് തന്നെയാണ് ഉണ്ടായത്. ഇത് പുറത്തറിഞ്ഞാൽ മറ്റു തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമെന്നതുകൊണ്ട് തന്നെ കോളേജ് അധികൃതർ മറ്റൊരു തരത്തിലുള്ള നടപടികളും ഈ ക്രൂരമായ റാഗിംഗുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അഞ്ജു. സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. അമീറുൽ ഇസ്ലാമിനെ കോടതിയിൽ അല്പസമയത്തിനകം എത്തിക്കുമെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പറയാനുള്ളത്. ജിഷ വധക്കേസിൽ അമീറുൽ ഇസ്ലാമിനെ അല്പസമയം തന്നെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കും. അമീറുൽ ഇസ്ലാമിനെ വിട്ടുകിട്ടുന്നതിനുള്ള അപേക്ഷയും അന്വേഷണ സംഘം ഇന്നലെ തന്നെ നൽകിയിരുന്നു. ഇതേ തുടർന്ന് കോടതി പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിക്കുകയുമുണ്ടായി. ഇന്നു തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങും എന്നുള്ള സൂചനകളാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. ഏതാണ്ട് 11:30 എത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. അല്പസമയത്തിനകം തന്നെ എത്തുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ജിഷയുടെ അയൽവാസി പ്രതിയെ തിരിച്ചറിഞ്ഞിരുന്നു. നിർണായകമായ ഒരു ഘട്ടം ഇന്നലെ പൂർത്തീകരിച്ചിരുന്നു. തിരിച്ചറിയൽ പരേഡിൽ ജിഷയുടെ അയൽവാസി അമീറുൽ ഇസ്ലാമിനെ തിരിച്ചറിഞ്ഞു. ഇനി കോടതിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് സ്ക്രീനിന്റെ വലതുഭാഗത്തായി ഇപ്പോൾ കാണുന്നത്. ഇനി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുകയും ഒപ്പം വിശദമായ ഒരു ചോദ്യം ചെയ്യൽ, അതായിരിക്കും ഇനി പോലീസിന് മുമ്പിലുള്ള ഒരു പ്രധാന ദൗത്യം. വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഇന്ന് തന്നെ തെളിവെടുപ്പും ഉണ്ടാവും. അതിനായി അതീവ സുരക്ഷ, പ്രതിക്ക് നേരെ ഒരു ആക്രമണം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനിടയുള്ളതിനാൽ അതീവ സുരക്ഷയോടുകൂടിയായിരിക്കും പ്രതിയെ തെളിവെടുപ്പിനായി എത്തിക്കുക. പ്രത്യേകിച്ച് സംഭവം നടന്ന ജിഷയുടെ വീടിനും സമീപ പ്രദേശങ്ങളിലേക്കും ഒക്കെ എത്തുമ്പോൾ കഴിഞ്ഞ ഏപ്രിൽ 28-നായിരുന്നു നാടിനെ നടുക്കിക്കൊണ്ട് ജിഷ കൊലപാതകം നടന്നത്. സംഭവം നടന്ന് 3 ദിവസത്തിനു ശേഷമാണ് പുറം ലോകം ഈ വാർത്ത അറിയുന്നത്. അതും പീപ്പിൾ ടിവിയിലൂടെ ആണ് ജനങ്ങൾ ഈ വാർത്ത അറിയുന്നത്. നാടിടയ്ക്കുള്ള അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ പിടികൂടിയെങ്കിലും ജിഷയെ കൊല്ലാൻ ഇയാളെ പ്രേരിപ്പിച്ച ഘടകം എന്ത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ പോലീസിന് കൃത്യമായ ഒരു വിവരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇപ്പോഴും പോലീസിന്റെ മുമ്പിൽ വലിയൊരു വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുകയാണ്. പല കെട്ടുകഥകൾ ഇതേക്കുറിച്ച് പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതിൽ യാഥാർത്ഥ്യം എന്ത് എന്ന കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും പോലീസ് അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ മറുപടിയും നൽകാൻ ഇതുവരെ ആയിട്ടില്ല. ഒരുപക്ഷെ കോടതിയിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, അല്പസമയത്തിനകം തന്നെ അമീറുൽ ഇസ്ലാമിനെ കോടതിയിൽ എത്തിക്കുമോ? എന്താണ് പുതിയ വിവരങ്ങൾ? അഞ്ചു, അല്പസമയത്തിനകം തന്നെ കോടതിയിൽ അമീറുൽ ഇസ്ലാമിനെ എത്തിക്കും. കാക്കനാട് ജയിലിൽ നിന്നും പുറപ്പെട്ട വാഹനം അല്പസമയത്തിനകം തന്നെ മജിസ്ട്രേറ്റ് കോടതിയുടെ വളപ്പിൽ പ്രവേശിക്കും. ഏതായാലും വലിയ സുരക്ഷയിലാണ് പ്രതിയുമായുള്ള വാഹനം കോടതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ നിലയിൽ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് സാധ്യത. ഇപ്പോൾ പ്രൊഡക്ഷൻ വാറണ്ട് കോടതി പുറപ്പെടുവിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ജയിൽ അധികൃതർ കോടതിയിൽ പ്രതിയെ ഹാജരാക്കുന്നത്. ഹാജരാക്കിയാൽ ഉടൻ തന്നെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ പോലീസ് സമർപ്പിക്കുകയും 30-ാം തീയതി വരെ ഉള്ള കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെടാൻ സാധ്യത. പക്ഷെ അത് എത്ര ദിവസത്തേക്ക് കോടതി അനുവദിക്കും എന്നുള്ളത് വ്യക്തതയില്ല. ഏതായാലും കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയാലുടൻ പോലീസ് പ്രതിയുമായി ഒരു പക്ഷേ
ആലുവ പോലീസ് ക്ലബ്ബിലായിരിക്കും എത്തുക. പോലീസിന്റെ ആദ്യ ലക്ഷ്യം പ്രതിയെ വിശദമായി ഒരു വട്ടം കൂടി ചോദ്യം ചെയ്യലിന് വിധേയമാക്കുക എന്നുള്ളതാണ്. ഒട്ടനവധി അന്വേഷണവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഇനിയും പുറത്തു വരാൻ ഉണ്ട്. അമീർ കൊടുത്ത മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങളും ഒക്കെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരം കുരുക്കുകൾ അഴിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായി വിശദമായ ഒരു ചോദ്യം ചെയ്യൽ പോലീസ് ലക്ഷ്യമിടുന്നു. ഒരു പക്ഷേ ആലുവ പോലീസ് ക്ലബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രഹസ്യ കേന്ദ്രത്തിലേക്കോ അമീറിനെ മാറ്റിയേക്കാം. മാധ്യമങ്ങളുടെയോ നാട്ടുകാരുടെയോ ഒന്നും ശ്രദ്ധയെത്താത്ത ഏതെങ്കിലും കേന്ദ്രത്തിൽ 1 or 2 ദിവസം വേണ്ടി വന്നാൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം ആയുധം ഒളിപ്പിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ അമീറുൽ പറയുന്നതിൽ ഒട്ടേറെ വൈരുദ്ധ്യങ്ങൾ ഉള്ളതായി പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പോലീസ് കണ്ടെത്തിയ ആയുധം ഫോറൻസിക് പരിശോധനയിൽ കൊലപാതകത്തിന് ഉപയോഗിച്ചതല്ല എന്ന സൂചനകൾ ഉള്ള റിപ്പോർട്ടാണ് ലഭിച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ കേസ് കോടതിയിൽ പ്രോസിക്യൂഷൻ തെളിയിക്കണമെങ്കിൽ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം നിർബന്ധമായും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത്തരം ഒട്ടനവധി കടമ്പകൾ പ്രതിയെ പിടിച്ചെങ്കിലും പോലീസിന് ഇനിയും താണ്ടേണ്ടതുണ്ട്. അതുകൊണ്ടുകൂടിയാണ് വളരെ ശാസ്ത്രീയമായ അന്വേഷണ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. പോലീസ് വിശദീകരിക്കുന്നത് പല കഥകളും ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട്. അതൊന്നും അന്വേഷണ സംഘത്തെ ബാധിക്കുന്നതല്ല. പോലീസിന്റെ ആത്യന്തികമായ ലക്ഷ്യം പ്രോസിക്യൂഷൻ ക്ലിയർ ആക്കുക, പ്രോസിക്യൂഷൻ കൃത്യമായി കോടതിയിൽ വിജയിപ്പിക്കുക, പ്രതിക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന തരത്തിൽ തെളിവുകൾ കോടതിയിൽ എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പോലീസ് ഊർജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിന്റെ ഭാഗമായി ഇനിയും ചില തിരിച്ചറിയൽ പരേഡുകൾ കൂടി നടത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ജിഷയുടെ വീടിന് സമീപത്തെ അയൽവാസിയായ വീട്ടമ്മ ഈ പ്രതിയെ തിരിച്ചറിഞ്ഞിരുന്നു. കാക്കനാട് സബ് ജയിലിൽ വെച്ച് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ ചില ആളുകൾ കൂടി ഈ പ്രതിയെ തിരിച്ചറിയുന്നത് കോടതിയിൽ കേസ് തെളിയിക്കാൻ സഹായകരമാകും എന്ന നിഗമനത്തിലാണ് പോലീസ്. അതിന്റെ ഭാഗമായി 4 or 5 പേർ കൂടി ഇനി ഈ പ്രതിയെ തിരിച്ചറിയേണ്ടതുണ്ട്. അത് പ്രധാനപ്പെട്ടത് അവസാനം ഏറ്റവും പ്രധാന തുമ്പായി മാറിയ ചെരുപ്പ് വാങ്ങിയ കടയുടെ ഉടമ, അയാൾ ഈ പ്രതിയെ തിരിച്ചറിയേണ്ടതുണ്ട്. ഒപ്പം ഈ കൊലപാതകം നടന്ന ദിവസം ഇരിങ്ങോൾക്കാവിനുള്ളിൽ കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശമാണത്. അതിനുള്ളിൽ ഇയാളെ കണ്ട 2-3 ചെറുപ്പക്കാരുണ്ട്. അവർ ഈ പ്രതിയെ തിരിച്ചറിയണം. ഒപ്പം അയൽവാസികളായ ചിലരെങ്കിലും മഞ്ഞ ഷർട്ടുധാരിയെ കണ്ടതായി പോലീസിൽ സൂചനയും കൊടുത്തിട്ടുണ്ട്. അത്തരം ഒരു 4 or 5 പേർ കൂടി ഇനി തിരിച്ചറിയൽ നടത്തേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കേസിന് കോടതിയിൽ വിജയിക്കാൻ ആവശ്യമായ തെളിവുകളാകും എന്ന കാര്യമാണ് പോലീസ് വിചാരിക്കുന്നത്. ഒപ്പം അതിനുശേഷം മാത്രമേ ഒരുപക്ഷെ സ്പോട്ടിൽ തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കൂ. നമുക്കറിയാം കൊലപാതകം അതായത് സാലി ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം ഇന്ന് തന്നെ തെളിവെടുപ്പിനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? സംഭവ സ്ഥലത്ത് കൊണ്ടുപോകുന്നതും കത്തി കണ്ടെടുക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ കൂടി ഏറെ നിർണായകമാണ്. അത് ഇന്നും ഉണ്ടാവില്ല എന്നാണോ സാലി പറയുന്നത്? അഞ്ജു, അങ്ങനെ വേണം അനുമാനിക്കാൻ. അതില്ല എന്ന് പോലീസ് ഔദ്യോഗികമായി നമ്മളെ ആരെയും അറിയിച്ചിട്ടില്ല. പക്ഷേ എന്ന് വേണം അനുമാനിക്കാൻ. കാരണം ഈ തെളിവെടുപ്പിന് മുമ്പായി അനിവാര്യമായി പൂർത്തിയാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇയാളെ ചോദ്യം ചെയ്തിട്ട് ഈ മുൻ ചോദ്യം ചെയ്യലുകളിൽ നൽകിയ വിവരങ്ങൾ പരസ്പരം ലിങ്കാകാത്ത ചില സാഹചര്യങ്ങളുണ്ട്. അത് പോലീസിന് വിശദമായി ചോദ്യം ചെയ്തേ പറ്റൂ. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ അമറിന്റെ സുഹൃത്തിനെ ആസാമിൽ വെച്ച് പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അയാൾ നൽകിയ ചില മൊഴികളും ഒക്കെയായി വീണ്ടും ആ വിവരങ്ങൾ കൂടി അടിസ്ഥാനമാക്കി ചോദ്യം ചെയ്യലുകൾ തുടരേണ്ടതുണ്ട്. ഒപ്പം കൊലപാതകം നടന്ന ദിവസം അമരുൽ സഞ്ചരിച്ച വഴികൾ, അത് സംബന്ധിച്ച് എതിലെയൊക്കെ പോയി, ആരെയൊക്കെ കണ്ടു, അങ്ങനെ ചില വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതും ചോദ്യം ചെയ്യൽ വഴി സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. ആ സാഹചര്യത്തിൽ വളരെ നിർണായകമാണ്. ഈ 1 or 2 ദിവസം ഒരു പക്ഷേ ചോദ്യം ചെയ്യലിന് വിധേയനാക്കേണ്ടി വരും. അതിനൊപ്പം തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാക്കി തിരിച്ചറിയൽ പരേഡുകൾ. അതുകൊണ്ടുകൂടിയാവണം ഇന്നും മുഖം മറച്ച് തന്നെയാണ് അമറുലിനെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. വ്യക്തമാണ്. അമീറുൽ ഇസ്ലാമിനെ അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്.